Hey guys, today we are going to begin a new topics in amino acid metabolism. Hope you all gone through our previous videos, and now we are going to discuss certain disorders of amino acid metabolism, also the synthesis of the certain compounds. And the first disorder, that is triosinemia type 2. Triosinemia type 2 is also known as Richter-Hanhart syndrome. It is due to the enzyme, that is tyrosine transaminase. Actually, this triosinemia is due to because accumulation and extraction of tyrosine and its metabolites. For example, para-hydroxyphenylpyruvate, para-hydroxyphenyl acetate, para-hydroxyphenyl acetate, and N-acetyltriosine, N-acetyltriamine are observed. സോ ട്രൈസിനീമിയ എന്ന് വെച്ചാൽ എന്താണ്, അതിനെ നമുക്ക് റിച്ച്നർ-ഹാൻസഡ് സിൻഡ്രോം എന്നും പറയാം. ട്രയോസിൻ ട്രാൻസാമിനേസ് എന്ന എൻസൈമിൻ്റെ ഡിഫക്റ്റ് കൊണ്ടാണ് ട്രൈസിനീമിയ വരുന്നത്. പിന്നെ ട്രയോസിൻ്റെ കൂടുതൽ അക്യൂമുലേഷനും അതേപോലെ എക്സ്ട്രാക്ഷനും പല എൻസൈംസിൻ്റെ ഡിഫക്ട്സ് കൊണ്ടാണ്. നേരത്തെ പറഞ്ഞതൊക്കെ എന്താണ്, ഡിഫക്ട്സ് സർട്ടൺ എൻസൈമാണ്. സോ ഈ എൻസൈംസ് ഡിഫക്ട്സ് കൊണ്ടാണ് ട്രൈസിനീമിയ ടൈപ്പ് 2 ഉണ്ടാകുന്നത്. ട്രൈസിനീമിയ ടൈപ്പ് 2 വന്നാൽ പല സിംറ്റംസ് നമ്മുടെ ബോഡീസിലുണ്ടാവും. ദാറ്റ് ഈസ് സ്കിൻ പ്രോബ്ലംസ്, ഡെർമറ്റൈറ്റിസ്, ദെൻ ഐ ലെഷൻസ്, ഐ പ്രോബ്ലംസ് ഉണ്ടാകാം. Finally, there is mental retardation. Next is neonatal triasemia. It is mainly due to the defect of or the absence of enzyme para-hydroxyphenyl pyruvate dioxygenase. And ascorbic acid, actually it's a treatment. So ascorbic acid നോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഈ ഡിസീസ് കണ്ടീഷനുള്ള പേഷ്യൻസ് ഒക്കെ. നെക്സ്റ്റ് ഇസ് ആൽക്കപ്റ്റോനൂറിയ. ആൽക്കപ്റ്റോനൂറിയയെ നമുക്ക് ബ്ലാക്ക് യൂറിൻ ഡിസീസസ് എന്നും പറയാം. ഇതൊരു ഇൻബോൺ ഇററാണ്, ജന്മനാലേ സംഭവിക്കുന്ന ഒരു ഡിസീസസാണ് ഇത്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലൂസി സ്റ്റാനസ്, ദാറ്റ്സ് ഇൻ 1649, and it was characterized in 1859. So ഹോമോജെനറ്റൈസ് എന്ന എൻസൈമിൻ്റെ ഡിഫക്റ്റ് കൊണ്ടാണ് ആൽക്കപ്റ്റനൂറിയ വരുന്നത്. ആൻഡ് ദിസ് ഹോമോജെനറ്റൈസ് എന്ന് വെച്ചാൽ ടിഷ്യൂസിലും ബ്ലഡിലും ഒക്കെയാണ് കൂടുതലായി അക്യൂമുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് യൂറിനിലൂടെയാണ് ദി ആർ എക്സ്ക്രീറ്റും ചെയ്യുന്നത്. ആൻഡ് ദിസ് ഹോമോജെനറ്റൈസ് എന്ന എൻസൈം എന്ത് ചെയ്യും, ബ്ലഡിലും ടിഷ്യൂസിലും ദേ ആർ ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ആൻഡ് ദേ റിസൾട്ട് ഇൻ ക്വിനോൺസ്. And they undergo polymerization reactions and will get black or brown color. So ഈ ഒരു കാരണം കൊണ്ടാണ് ഈ യൂറിൻ, അതായത് ഈ ഇതുപോലെ കണ്ടീഷൻസിലുള്ള പേഷ്യൻസിൻ്റെ യൂറിൻ എന്താണ്, ഒരു കോക്ക് കളറായിരിക്കും. ഇറ്റ് വിൽ ബി ഇൻ കോക്ക് കളർ. Next is biochemical manifestations. Biochemical manifestations means I already told that homogenized oxidase is the defect because of this diseases. So homogenized, what they are doing, so they are get oxidizing by polyphenol oxidase, then they are converting into benzoquinone acetate, and again they will undergo polymerization and to form a pigment, and that pigment is called alkapton. And ഈ ആൽക്കപ്റ്റോൺ എന്താണ്, പല ബോൺസിലും ടിഷ്യൂസിലും അതുപോലെ പല ഓർഗൻസിലും എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് പറയാം, ക്രോണോനോസിസ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് മീൻസ് ചേഞ്ച് ഇൻ കളർ ഓഫ് യൂറിൻ. അത് ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളർ അല്ലെങ്കിൽ കോക്ക് കളറായിരിക്കും. പിന്നെന്താണ്, യൂറിൻ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഫെറിക് ക്ലോറൈഡ് അതേപോലെ സിൽവർ നൈട്രേറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്താൽ വിൽ ഗെറ്റ് എ പോസിറ്റീവ് ടെസ്റ്റ്. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ സ്ട്രോങ് റെഡ്യൂസിങ് ആക്ടിവിറ്റി ഓഫ് ദ ഹോമോജെനറ്റൈസ്. അതേപോലെ ബെനഡിക്ട് ടെസ്റ്റും നമുക്ക് പെർഫോം ചെയ്യാവുന്നതേ ഉള്ളൂ. ദ ഹെൽപ്സ് ഇൻ ദ ഡിക്റ്റേഷൻ ഓഫ് ഗ്ലൂക്കോസ്, അതേപോലെ അത് റെഡ്യൂസിങ്
sugars. So ഈ ടെസ്റ്റുകൾ ചെയ്താൽ ആൻഡ് വി കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇഫ് ദ പേഷ്യൻറ്റ് ഹാവിങ് ആൽക്കപ്റ്റനൂറിയ ഓർ നോട്ട്. നെക്സ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇതൊരു അപകടകരമായൊരു ഡിസോർഡർ ഒന്നുമല്ല. സോ ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. സോ പ്രോട്ടീൻ ഡയറ്റ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. ദാറ്റ് മീൻസ് ഫീനെയിൽ അലാനിൻ കണ്ടെയ്നുള്ള ഫുഡ്സൊക്കെ എന്ത് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക. സോ എന്ത് ചെയ്യാം, ഈ അസുഖം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് ട്രയോസിനോസിസ് ഓർ ട്രയോസിനീമിയ ടൈപ്പ് 1. This is due to the deficiency of the enzyme fumarate acetoacetate hydroxylase അല്ലെങ്കിൽ mallyl acetoacetate isomerase. ദെൻ ഈ ഡിസോർഡർ വന്നാൽ എന്തൊക്കെ സംഭവിക്കാം? ലിവർ ഫെയിലിയർ ഉണ്ടാവാം, റിക്കറ്റ്സ് മെയിൻലി വൈറ്റമിൻ ഡി കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. സോ ഈ ഒരു അസുഖം വന്നാലും റിക്കറ്റ്സ് ഉണ്ടാവാം. ദെൻ റീനൽ ട്യൂബുലാർ ഡിസ്ഫങ്ഷനിങ്, പോളിന്യൂറോപ്പതി, ഇങ്ങനത്തെ കണ്ടീഷൻസൊക്കെ ഉണ്ടാകാം. Then in acute കണ്ടീഷനിലാണെങ്കിൽ, അതായത് ചെറിയ കുട്ടികളുടെ കേസസിലാണെങ്കിൽ ഡയറിയ, വൊമിറ്റിംഗ്, അതേപോലെ ഒരു ക്യാബേജ് ലൈക്ക് ഓർഡർ ആയിരിക്കും. ആൻഡ് ചില കേസസിൽ എന്താണ്, ഡെത്ത് വരെ സംഭവിക്കാം വിത്തിൻ 1 year. അത് ക്രോണിക് ആയുള്ള കണ്ടീഷൻസാണ് ഈ പറയുന്നത്. സോ ട്രീറ്റ്മെൻറ്റ് എന്നിൽ ട്രയോസിൻ കുറവുള്ള ഫുഡ് ഐറ്റംസ്, അതേപോലെ ഫീനെയിൽ അലാനിൻ കണ്ടൻറ്റ് കുറവുള്ള ഫുഡ് ഐറ്റംസ്, മെത്യോനിൻ, ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ആൽബിനിസം. ഇറ്റ് ഈസ് ഓൾസോ എ ഇൻബോൺ ഇറർ. അതുമാത്രമല്ല ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എൻസൈം ദറ്റ് ഈസ് മെലാനിൻ കുറവുണ്ടാവുന്ന കേസസിലാണ് ആൽബിനിൻ സംഭവിക്കുന്നത്. ഇത് വളരെ ഒരു 20 lakh പീപ്പിളിൽ ഒരു കുട്ടിക്ക് മാത്രം വരുന്നൊരു അസുഖമാണിത്. സോ ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ സ്കിൻ കളറും ഹെയറും എന്താണ്, ഒരുപാട് ജീൻസൊക്കെ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഇതിനൊക്കെ എന്താ മാറ്റം സംഭവിക്കാം, ബിക്കോസ് മെലാനിൻ മെയിൻലി ഒരു സ്കിൻ പിഗ്മെൻ്റ് ആണല്ലോ. സോ ഇറ്റ് വിൽ റിസൾട്ട്സ് ഇൻ മെനി പ്രോബ്ലംസ് ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു മെനി കോസസ് ലൈക്ക് എൻസൈം ട്രയോസിനൈസ് കുറഞ്ഞാൽ ആൽബിനിസം വരാം. അതേപോലെ ഡിക്രീസ് ഇൻ മെലാനോസോംസ് ഓഫ് മെലാനോസൈറ്റ്സ്, ഇമ്പയർമെൻറ്റ് ഇൻ മെലാനിൻ പോളിമറൈസേഷൻ, lack of protein matrix in melanosomes and limitation of tryosin, then presence of inhibitors of tryosin. So most common effect ennu parayan defect in tryosinase. Next is clinical manifestations. Clinical manifestation വെച്ചാൽ പ്രധാനമായിട്ടൊരു ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ സൺ റേഡിയേഷനിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ വേണം, പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി ഫ്രം സൺ റേഡിയേഷൻ. And the results in skin cancer. In ചില കേസസിലൊക്കെ സ്കിൻ ക്യാൻസർ വരെ സംഭവിക്കുക. അതുപോലെ ഫോട്ടോഫോബിയ മീൻസ് the lack of pigment in the eyes it is associated with. So there will be no impairment in eyesight-നൊന്നും പ്രോബ്ലംസ് ഉണ്ടാവില്ല, ബട്ട് ഐസസിലെ പിഗ്മെൻറ്റ്സിൻ്റെ കുറവ് മൂലമാണ്. സോ ഇറ്റ് വിൽ ബി ഇൻടോളറൻസ് ടു ഐസസ്. നെക്സ്റ്റ് ഇസ് hypopigmentation. Hypopigmentation means it is also due to the lack of the enzyme melanin. ഒരു ഗുഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ that is diffuse hypopigmentation. It is due to oculocutaneous albinism. It is mainly due to the enzyme that is triosinase. Next is vertigo and leukoderma. Vertigo means it is due to the loss of pigmentation around the mouth, nose, eyes and nipples etc. Next is leukoderma. Leukoderma എന്ന് വെച്ചാൽ വെൽറ്റിഗോ പോലെ തന്നെ ഒരു ഡിസീസാണ്. ദാറ്റ് മീൻസ് കയ്യിലൊക്കെ എന്താണ് ലാക്ക് ഓഫ് പിഗ്മെൻറ്റേഷൻ സംഭവിക്കും, അതെന്തെങ്കിലും സ്പ്രെഡ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. അതേപോലെ ഈ ഗ്രേയിങ് ഓഫ് ഹെയർ, ഇതും എന്താണ് മെലാനിൻ്റെ കുറവ് കൊണ്ടാണ്. സോ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ നമ്മുടെ ഹെയർ റൂട്ടിലെ മെലാനോസൈറ്റ്സ് എന്താണ് ഡിസപ്പിയർ ചെയ്യുന്നത് കൊണ്ടാണ് ഹെയർ ഗ്രേ കളറായി മാറുന്നത്. സോ നെക്സ്റ്റ് ലെറ്റ്സ് സീ സം സിന്തസിസ് ഓഫ് കോമ്പൗണ്ട്സ്. ആദ്യമായി 5-hydroxytryptamine ആൻഡ് മെലാൻറ്റോയിൻ. സോ സെറോട്ടോണിൻ അല്ലെങ്കിൽ 5-hydroxytryptamine 5-HT ഇതെന്താണ്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇത് സിന്തസൈസ് ചെയ്യുന്നത് ട്രിപ്റ്റോഫാനിൽ നിന്നാണ്.
So only 1% of tryptophan is converted into serotonin, and 5-HT production mainly target tissues-ലായിരിക്കും ഉണ്ടാവുന്നത്. Melanin എന്ന് വെച്ചാൽ it is also called as N-acetyl 5-methoxytryptamine. മെലാറ്റോയിൻ പൊതുവെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പീനൽ ഗ്ലാൻഡിൽ നിന്നാണ്, ദാറ്റ്സ് ഇൻ ആനിമൽസ്. ദെൻ സിന്തസിസ് ഓഫ് സെറോട്ടോണിൻ ഓഫ് 5-HT. സോ മാമൽസിൻ്റെ കേസിലാണെങ്കിൽ സെറോട്ടോണിൻ സിന്തസൈസ് ചെയ്യുന്നത് ഇൻറ്റസ്റ്റൈനൽ സെൽസിലാണ്. ആൻഡ് ട്രിപ്റ്റോഫാൻ എന്ത് ചെയ്യുന്നു, ആദ്യമായി നമുക്ക് സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഈ ട്രിപ്റ്റോഫാൻ ഫസ്റ്റ് എന്ത് ചെയ്യും, ദിൽ അണ്ടർഗോ ഹൈഡ്രോലൈസേഷൻ ചെയ്ത് കഴിഞ്ഞ്, ദാറ്റ് മീൻസ് യൂസിങ് എൻസൈം ട്രിപ്റ്റോഫാൻ ഹൈഡ്രോലൈസിൻ്റെ പ്രസൻസിൽ ദിൽ ടേക്ക് പ്ലേസ് റിയാക്ഷൻ ടു ഫോം 5-hydroxytryptophan. Then they'll undergo reaction with 5-hydroxy-L-tryptophan decarboxylase. So we'll get serotonin. And ഈ സെറോട്ടോണിൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, സെറോട്ടിൻ N-acetyl transferase റിയാക്ട് ചെയ്താൽ we'll get N-acetyl serotonin. Then again this N-acetyl serotonin will react with acetyl serotonin orthomethyl transferase. So നമുക്ക് ഫൈനലി എന്ത് കിട്ടും, മെലാറ്റോണിൻ കിട്ടും. So in between എന്തെയും S-adenosyl L-methionine is converting into S-adenosyl L-homocysteine. അതേപോലെ ഇവിടെ അസറ്റൈൽ കോയെ എന്താണ്, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കോഎൻസൈം A. ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ട്രിപ്റ്റോഫാൻ 5-hydroxytryptophan ആവുന്ന ടൈമിൽ oxygen tetrahydrobiotrypin is converted into 4-alpha-hydroxy tetrahydrobiopterin. ഇതാണ് സിന്തസിസ് ഓഫ് സെറോട്ടോണിൻ, അതേപോലെ മെലാറ്റോണിൻ. നെക്സ്റ്റ് ഫങ്ഷൻസ് ആണ്. സോ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ സെറോട്ടോണിൻ എന്താണ്, ഒരു പവർഫുൾ വാസോ കൺസ്ട്രക്ടറാണ്. മെയിൻലി സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ ആണ് ഇതിൻ്റെ ഫങ്ഷൻ. അതായത് ബ്രോൺക്യോൾസിലും ആർട്ടറിയോൾസിലുമാണ് കൺട്രാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, സെറിബ്രൽ ആക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യുന്നത് സെറോട്ടോണിൻ ആണ്. പിന്നെ ബിഹേവിയറൽ പാറ്റേൺസും എന്ത് ചെയ്യും, സെറോട്ടോണിൻ കൺട്രോൾ ചെയ്യും. എന്താണ്, സ്ലീപ്പ്, ബ്ലഡ് പ്രഷർ, body temperature, this is also controlled by serotonin, and they helps in the release of peptide hormones from gastrointestinal tract, and also it helps in the mobility of GIT. So adine namakku parayam peristaltis ennum parayam. Then serotonin and the brain. Serotonin and brain means brain endana, adu it ഒറ്റയ്ക്ക് തന്നെ എന്ത് ചെയ്യും, 5-HT സിന്തസൈസ് ചെയ്യും. സോ പുറത്ത് എന്താണ്, സെറോട്ടോണിന് ഡയറക്റ്റ്ലി ബ്രെയിനിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഡ്യൂ ടു ബ്ലഡ് ബ്രെയിൻ ബാരിയർ. സോ സെറോട്ടോണിൻ എന്താണ്, ഇറ്റ് ഈസ് എ സ്റ്റിമുലേറ്ററാണ്, ഒരു ബ്രെയിൻ ആക്ടിവിറ്റീൻ്റെ ഒരു സ്റ്റിമുലേറ്ററാണ് സെറോട്ടോണിൻ. ഹെൻസ് അതിന് ഡെഫിഷ്യൻസി വന്നാൽ ഇറ്റ് വിൽ കോസസ് ഡിപ്രഷൻ. അതേപോലെ ഈ സൈക്കോസിസ് പേഷ്യൻസിനൊക്കെ സെറോട്ടോണിൻ വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ടാണ് ഡിപ്രഷൻ, അതുപോലെ സൈക്കിക് ഡിസോർഡേഴ്സൊക്കെ വരുന്നത് ഡ്യൂ ടു ദിസ് സെറോട്ടോണിൻ ആണ്. Next is significance of melatonin. First one is circadian rhythm. Circadian rhythm എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രൈമറി ഫങ്ഷൻ, ഒരു ഡേ നൈറ്റ് സൈക്കിൾസ്. മാമൽസിലും ആനിമൽസിലായാലും ഡേ നൈറ്റ് സൈക്കിൾസ് ഉണ്ട്. ഇറ്റ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ. ഹ്യൂമൻ ഇൻഫൻസിലൊക്കെ ആണെങ്കിൽ മെലാറ്റോണിൻ ലെവൽ റെഗുലർ ആവുന്നത് 3-ാമത്തെ മാസം മുതലാണ്. ആൻഡ് ഹയസ്റ്റ് ലെവൽ മെഷേർഡ് ബിറ്റ്വീൻ മിഡ് നൈറ്റ് ആൻഡ് 8 AM. അതുപോലെ ഹ്യൂമൻ മെലാറ്റോണിൻ എന്താണ്, നമ്മളെ ഏജ് കൂടുന്നതിന് എന്ത് ചെയ്യും, അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആൻഡ് ടീനേജേഴ്സിൻ്റെ ചിൽഡ്രൻസിനായിരിക്കും കൂടുതൽ മെലാറ്റോണിൻ ഉണ്ടാവുക, ടീനേജേഴ്സിന് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ ഇറ്റ് ഈസ് ലീഡ് ടു ലേറ്റർ സ്ലീപ്പ് ആൻഡ് വർക്കിംഗ് ടൈംസ്. സോ നമ്മളൊരു പ്രോപ്പറായിട്ടൊരു ബയോളജിക്കൽ ക്ലോക്ക് ആയിരിക്കണം. രാവിലെ പ്രോപ്പർ ടൈമിൽ എണീക്കണം, പ്രോപ്പർ ടൈമിൽ കിടക്കണം, അല്ലെങ്കിൽ നമ്മുടെ മെലാറ്റോണിൻ ലെവലൊക്കെ ഒരുപാട് ഡീവിയേറ്റ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് ഇസ് ആൻറ്റി ഓക്സിഡൻറ്റ്. ആൻറ്റി ഓക്സിഡൻറ്റും എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ എ സിൻക്രണൈസർ ഓഫ് ബയോളജിക്കൽ ക്ലോക്ക്. ആൻഡ് മെലാറ്റോണിൻ എന്ന് വെച്ചാൽ ഒരു ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചറാണ്. ഇറ്റ് ഈസ് എ ഗുഡ് ആൻറ്റി ഓക്സിഡൻറ്റ് ഓൾസോ. ആൻഡ് മെലാറ്റോണിൻ മീൻസ് ഇറ്റ് ഈസ് എ ആൻറ്റി ഓക്സിഡൻറ്റ്
they will easily crosses cell membrane അതേപോലെ ബ്ലഡ് ബ്രെയിൻ ബാരിയർക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം ക്രോസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് മെലാൻറ്റോയിൻ വർക്ക്സ് വിത്ത് അതർ ആൻറ്റി ഓക്സിഡൻറ്റ് ഫോർ ദ എഫക്റ്റീവ്നെസ് ഓഫ് ഈച്ച് ആൻറ്റി ഓക്സിഡൻറ്റ്. ആൻഡ് ദിസ് മെലാൻറ്റോയിൻ ഹാസ് ബി പ്രൂവൻ ട്വൈസ് ആക്റ്റീവ് ആസ് വൈറ്റമിൻ ഇനേക്കാളും ആക്റ്റീവാണ് മെലാൻറ്റോയിൻ. ആൻഡ് ദേ ആർ വെരി എഫക്റ്റീവ് ലിപ്പോഫിലിക് antioxidant. Next is immune system. Immune system means melatonin interacts with the immune system. That means anti-inflammatory effect. It's very relevant thing and it is ഒരുപാട് articles prove ചെയ്യുന്നുണ്ട് anti-inflammatory effect this melanin. And there is effectiveness of melanin in this treatment. സോ മോസ്റ്റ് എക്സിസ്റ്റിംഗ് ഡേറ്റ എന്ന് പറയാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇൻകംപ്ലീറ്റ് ആണ് കൂടുതൽ ക്ലിനിക്കൽ ട്രയൽസും. നെക്സ്റ്റ് ഇസ് മെറ്റൽ സിലേഷൻ. മെറ്റൽ സിലേഷൻ മീൻസ് മെലൈൻ ക്യാൻ കോംപ്ലക്സസ് വിത്ത് കാഡ്മിയം ആൻഡ് അതർ മെറ്റൽസ്. That is metal chelation. Next is biosynthesis of catecholamines, that is dopamine, non-adrenaline and adrenaline. So the name catechol, that means it refers to dihydroxylated phenyl ring and amino derivatives of catechol. അതിനെയാണ് നമ്മൾ കാറ്റക്കോൾ അമൈൻസ് എന്ന് പറയുന്നത്. പിന്നെ ട്രയോസിൻ എന്താണ്? ഇറ്റ് ഈസ് എ പ്രിക്കേഴ്സർ ആണ് അത് ഫോർ ദ സിന്തസിസ് ഓഫ് കാറ്റക്കോൾ അമൈൻസ്, നെയിംലി ഡോപ്പമൈൻ, നോൺ എഫിനെഫ്രീൻ, എഫിനെഫ്രീൻ, ഇതിൻ്റെയൊക്കെ പ്രിക്കേഴ്സേഴ്സ് ആണ് ട്രയോസിൻസ്. നെക്സ്റ്റ് നമ്മളെ സിന്തസിസ് ആണ് മെയിൻലി. ദറ്റ് ഈസ് ട്രയോസിൻ കാറ്റക്കോളമൈൻസായി കൺവേർട്ട് ചെയ്യുന്നത് എഡ്രിനൽ മിഡുല്ല അതേപോലെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിലാണ്. അതിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദറ്റ് ഈസ് ഫീനൈൽ അലാനിൻ. ഈ ഫീനൈൽ അലാനിൻ എന്താണ്? ഇറ്റ് വിൽ റിയാക്ട് വിത്ത് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ആൻഡ് വിൽ ഗെറ്റ് എൽ triosin. In between, tetrahydrobiopterin is converted into dihydrobiopterin. Then this L-triosin will react with triosin hydroxylase, and in between നടക്കുന്ന reaction എന്താണ്? tetrahydrobiopterin again converted into dihydrobiopterin plus water. Then it results in L-dopa. And this dopa will react with aromatic amino acid decarboxylase. ഇവിടെ carbon dioxide പോവാണ്. So we will get dopamine. And this dopamine will react with dopamine beta hydroxylase. So at that time dehydrosorbate എന്താണ്? It is converted to sorbate. Then we will get non-adrenaline. ഇനി ഈ non-adrenaline will react with phenyl ethanol amine N-methyl transferase, and finally we will get adrenaline. So our time S-adenosyl methionine is converted into S-adenosyl homocysteine. So there is a mistake. Ascorbate ആണ് dehydroascorbate ആയി കൺവേർട്ട് ചെയ്യുന്നത്. This is the synthesis of catechol amines. Next, significance of കാറ്റക്കോളമൈൻസ്. നോൺ എഫിനെഫ്രിൻ അതേപോലെ എഫിനെഫ്രിൻ അവരെന്ത് ചെയ്യും? കാർബോഹൈഡ്രേറ്റ് അതേപോലെ ലിപ്പിഡ് മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ദ ഹെൽപ്സ് സ്റ്റിമുലേറ്റ് ദ ഡീഹൈഡ്രേഷൻ ഓഫ് ട്രൈ എസൈൽ ഗ്ലിസറോൾ ആൻഡ് ഗ്ലൈക്കജൻ ആൻഡ് ദ ഇൻക്രീസസ് ബ്ലഡ് പ്രഷർ ഓൾസോ. ആൻഡ് ഡോപ്പമൈൻ ആൻഡ് നോർ എഫിനെഫ്രിൻ ദേ ആക്ട് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ദാറ്റ്സ് ഇൻ ബ്രെയിൻ ആൻഡ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. Next is dopamine and Parkinson diseases. It is a common disorder. ഇത് 60 വയസ്സ് ഒരുപാട് വയസ്സായ ആൾക്കാർക്കാണ് പൊതുവെ ഈ പാർക്കിൻസൺസും ഡിസീസ് കണ്ടുവരുന്നത്. സോ സിംറ്റംസ് മീൻസ് മസ്കുലാർ റിജിഡിറ്റി, ട്രീമേഴ്സ്, എക്സ്പ്രഷൻലെസ് ഫേസ്, ലെതർജി, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് എക്സെട്ര. Biochemical synthesis. Actually, exact biochemical cause still is not identified. This is mainly due to the decreased production of the dopamine. This disease is mainly due to degeneration of certain parts of brain, that is substantia nigra, corpus colurinus, etc. Next is treatment. Treatment means we cannot enter the brain directly, that means dopamine. So there is no use in their administration. Usually dopa, that is L-dopa or levodopa is used for the treatment of
Parkinsonism diseases. So that's in the brain. Dopa is decarboxylated to dopamine, and it will gives relief for the symptoms of this disorder. And that's for today. Thank you.